Placement is something which is very important as far as an engineering college is concerned, especially these days. And most of the students will choose their college depending upon the placements in that particular college. Most of the students have opted for engineering not just because they like the subject, but with the belief that they're going to be placed somewhere once the course is over. There is no room for pressure, no room for tension, whether it be exams or whether it be placements, whatever it be. That's the MEC way. And we'll have a look at the 2007-2011 batch currently undergoing the placements. ഇന്ന് ഡിസംബർ 10 ഇവിടെ പ്ലേസ്മെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. എല്ലാവരും വൻ തിരക്കില്ല. 7:10 പന്തലിലെത്തണം. എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. കുളിക്കാൻ മാത്രമല്ല വൻ തിരക്ക്, വൻ ധൃതി. ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് അവരെ ചുറ്റി നോക്കാം. അമൃത ക്യാമ്പസുകൾ 5 ക്യാമ്പസിലെയും കുട്ടികൾ ഇപ്പോൾ ഉള്ളത് ഇവിടെയാണ്. അപ്പൊ ഈ ക്യാമ്പസിൽ വന്നാണ് സകല പ്ലേസ്മെന്റ് നടക്കുന്നത്. ഇവിടെ വസിഷ്ഠഭവനം എന്ന ഹോസ്റ്റലിലാണ് എല്ലാവരും തന്നെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സെമസ്റ്റർ എക്സാമിന് പോലും രാവിലെ 6 മണിക്ക് എണീക്കാത്ത കുട്ടികൾ ഈ പ്ലേസ്മെന്റ് വളരെ സീരിയസ് ആയി എടുത്ത് രാവിലെ മുതൽ തന്നെ എണീറ്റ് പഠനം ആരംഭിച്ചിരിക്കുകയാണ്. ഹലോ ഹലോ ആശിക, ഇതാണ് SN മെക്കാനിക്കലിലെ നിഖിലസ് മേനോൻ. ഹലോ. അപ്പൊ നിഖിൽ, ഇന്ന് ഏത് കമ്പനി വരാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ ക്യാമ്പസിൽ വരാൻ പോകുന്ന IT കമ്പനി കോഗ്നിസൻ ടെക്നോളജീസ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു വിലയിരുത്തൽ ഉണ്ടാവുമല്ലോ. കോളേജിൽ ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്. അതിൽ CTS ആണ് നമ്മൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പാക്കേജ് അനുവദിക്കുന്നത്. പല കമ്പനികളും ബോണ്ട് നൽകുന്നുണ്ട് എന്നാണ്, ബോണ്ട് ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ CTS നമുക്ക് യാതൊരുവിധ ബോണ്ടും ആവശ്യപ്പെടുന്നില്ല. അതിന് CTSന്റെ പാക്കേജാണ് ഏറ്റവും കൂടുതൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് വി ആർ ഓൾ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. വെരി ഗുഡ്. നിങ്ങളൊരു മെക്കാനിക്കൽ സ്റ്റുഡൻറ്റ്, IT ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വീകാര്യമാണോ? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്, ഡിസൈനിങ് ഉണ്ട്. അതിൻ്റെ പല വിഭാഗങ്ങളിലും IT വളരെ ഉപയോഗമായിട്ട് വരും. അപ്പോൾ IT ഫീൽഡിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ കാശിൻ്റെ പിന്നാലെയല്ല നിങ്ങളുടെ ഓട്ടം? കാശിൻ്റെ പിന്നാലെയാണ് എല്ലാവരുടെയും ഓട്ടം. എന്നാൽ കാശിൻ്റെ മാത്രം പിന്നാലെയല്ല എല്ലാവരുടെയും ഓട്ടം. അതിൻ്റെ ഒപ്പം തന്നെ ജീവിതത്തിൽ പല വാല്യൂസും ഉണ്ട്, അതിൻ്റെ കൂടി പിന്നാലെയാണ് എല്ലാവരുടെയും ഓട്ടം. എല്ലാവർക്കും അവരുടേതായ ലക്ഷ്യമുണ്ട്, അതിൻ്റെ പുറകെയാണ് എല്ലാവരും ഓട്ടം. അപ്പോൾ നിങ്ങൾ CTSനും കഴിഞ്ഞ ക്യാമ്പസിനും ഇൻഫോസിസ് ആയിരുന്നു. അപ്പോൾ രണ്ടിനും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനോട് താല്പര്യപ്പെടും? ഏത് കമ്പനിയാണോ ഏറ്റവും കൂടുതൽ നല്ല ഓഫർ തരുന്നത്, കാശിൻ്റെ രീതിയിൽ മാത്രമല്ല ബോണ്ടിൻ്റെ രീതിയിലും അവർ പറയുന്ന മറ്റ് ഫെസിലിറ്റീസിൻ്റെ രീതിയിലും ട്രെയിനിങ്ങിൻ്റെ വ്യവസ്ഥയിലും ഏറ്റവും നല്ല ഓഫർ തരുന്ന ഏത് കമ്പനിയാണോ തീർച്ചയായിട്ടും അത് തന്നെ സ്വീകരിക്കും. അത് CTS ആയിരിക്കും തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതായത് മെക്കാനിക്കൽ സ്റ്റുഡൻസ് ആണല്ലോ നിങ്ങൾ ഇതുവരെ 6 മണി കാണാത്ത പിള്ളേരാണെന്നാണ് പൊതു അഭിപ്രായം. പ്രിയ സുഹൃത്തെ, ഒരു കാര്യം മനസ്സിലാക്കൂ, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് കാണാത്ത സമയം ക്ലോക്കിലില്ല, ഈ ബ്രഹ്മാണ്ടത്തിലില്ല. മെക്കാനിക്കൽ എഞ്ചിനീയർമാരെ കുറിച്ച് പൊതുവെ ഒരു ചീത്ത അഭിപ്രായമുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയർമാർ കൃത്യമായി എഴുന്നേൽക്കുന്നില്ല, കൃത്യമായി പഠിക്കുന്നില്ല എന്നാൽ. പക്ഷേ ഏറ്റവും കൂടുതൽ പഠിക്കുന്നതും ഏറ്റവും കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നതും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സാണ്. ഏത് ക്യാമ്പസിലും ഏറ്റവും കൃത്യമായ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നത് മെക്കാനിക്കൽ. ഇന്നലെ ഇൻഫോസിസാണ് കഴിഞ്ഞത്, മിനിങ്ങാണ്. അപ്പോൾ ഇൻഫോസിസും CTSും രണ്ടിലും താങ്കൾക്കൊരു ചോയ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏതായിരിക്കും താങ്കൾ? CTS ആയിരിക്കും. കാരണം ബിക്കോസ് അതിന് ബോണ്ടില്ല, CTSന് ബോണ്ടില്ല. ഇതിന് ശേഷം DSM പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കോർ കമ്പനി വരുന്നു. അതെന്താണ്? 15-ാം തീയതി. ഈ പറഞ്ഞ IT കമ്പനികൾ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് അത് അറ്റൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ഇതും അതും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദി പ്ലേസ്മെന്റ്.
മനസ്സിലാവുന്നതിൽ വെച്ച് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. യു ക്യാൻ ഹാവ് എ ലുക്ക്. അവരുടെ ഓറിയന്റേഷൻ കഴിഞ്ഞതിന് ശേഷം around 2000 students have come to Wipro and they are currently in the process of writing the exams. എല്ലാവരും വൺ കോൺസെൻട്രേഷനിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ടെൻഷൻ ഉണ്ട് എല്ലാവർക്കും. എന്നാലും കോഗ്നിസൻ്റ് വന്നിരിക്കുന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ അരമണിക്കൂറുണ്ട് കഴിഞ്ഞാൽ എക്സാമിൻ്റെ. So we'll go and we'll meet them and we can ask them how was the cognizant test. എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വളരെ സമയമെടുത്ത് ചെയ്യേണ്ട കണക്കുകൾ വളരെ കുറച്ച് സമയത്തിൽ ചെയ്യാനാണ് പറഞ്ഞത്. പിന്നെ ഇതെല്ലാം വ്യക്തമായിട്ടില്ല. എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അവരുടെ വിചാരം നമ്മൾ കമ്പ്യൂട്ടർ ആണെന്ന് കിട്ടി ടൈപ്പ് ചെയ്യുന്ന ആൻസർ വരുന്നതാണ് അവരുടെ വിചാരം. ഇത് വളരെ തെറ്റായൊരു നടപടിയായി പോയി. എക്സാം വളരെ ടഫായിരുന്നു. എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. മിക്കവാറും ഇൻഫോസിസ് ആയിരിക്കും എന്ന് പ്രതീക്ഷ. കാരണം സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ കുറച്ച് നന്നായി പെർഫോം ചെയ്യുന്നു. പക്ഷേ ഓക്കെ കുറച്ച് പേപ്പർ ഒക്കെ ആയിരുന്നു. പക്ഷെ കുറച്ചുകൂടി സമയം ഉണ്ടെങ്കിൽ നമുക്ക് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഇൻഫോസിസ് ഇന്റർവ്യൂവിലെത്തി. പക്ഷെ അത് നമുക്ക് പ്രതീക്ഷ പറയാൻ പറ്റില്ല. പോയാൽ പോയി. താങ്കൾക്ക് എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു? എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോസിസ് കയറിയപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥിനകത്ത് ഉറപ്പായിട്ട് എനിക്ക് എന്തായാലും കയറാൻ പറ്റും. പക്ഷേ ആ ബ്ലോഗ്സിനകത്ത് എഴുതിയിരുന്നത് പോലെ തന്നെ വെർബലിൻ്റെയും മറ്റേ കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞതുപോലെ തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. താങ്കളുടെ ആക്ച്വലി ഇൻഫോസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ആകാശം വരെ ഉയർന്നു. പക്ഷേ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ കോൺഫിഡൻസ് പാതാളത്തിലേക്ക് താഴ്ന്നു. പക്ഷേ എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പോലും മാന്യമായി ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. എല്ലാം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ലോക്കൽ എക്സാം ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെയധികം മോശമായിരുന്നു എക്സാം. നമ്മൾ ഇൻഫോസിസ് എക്സാം എഴുതിയപ്പോൾ നേരിട്ട് വളരെ സിമ്പിളാണല്ലോ IT എക്സാം എന്ന്. കോർ എക്സാമിനേക്കാൾ ഇത്രയും കുറവാണ് എക്സാം എന്ന്. ഇത് വളരെ മോശമായിരുന്നു. വളരെ മോശം. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. കയറാൻ ചാൻസ് ഇത് പറയാൻ പറ്റില്ല. എക്സാം വളരെ കഷ്ടമാണ്. ഇതുപോലത്തെ ഒരു എക്സാം ഞാൻ എഴുതിയിട്ടില്ല. ആദ്യമായിട്ട് എഴുതിയ എക്സാമാണ്. വളരെ വളരെ മോശമാണ്. കാസ്റ്റ് വെച്ചൊരു സാധനമുണ്ട്, ഫയലും സാധനമൊക്കെ. അതുകൊണ്ട് യാതൊരു ഗുണമുണ്ടായില്ല. നമുക്കിനി വീട്ടിൽ പോകാം. ജോലി കിട്ടിയില്ല. കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും ക്ലിക്ക് ചെയ്തേരെ. എനിക്ക് വളരെ എളുപ്പമായിരുന്നു. എനിക്ക് എന്തായാലും ഞാനിപ്പോ വരാമേ. ഹലോ കിരൺ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഇപ്പോൾ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ എക്സാം വൃത്തിയായിട്ട് എഴുതാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ 8ാമത്തെ കമ്പനിയാണ്. ഇതും മിക്കവാറും പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും ടഫായിട്ടൊരു എക്സാം വെക്കണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇൻഫോസിസ് വളരെ എളുപ്പമായിരുന്നു എക്സാം. താങ്കൾ ഇൻഫോസിസ് അറ്റൻഡ് ചെയ്തില്ല? കാരണം ഇല്ല, അറ്റൻഡ് ചെയ്തില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഒരു IT കമ്പനി എന്നുള്ള ധാരണയിലാണ്. ഞാൻ മെക്കാനിക്കൽ ആയതുകൊണ്ട് IT കമ്പനി അറ്റൻഡ് ചെയ്യുക, ആ ജോലി നേടാനായിരുന്നു. പക്ഷേ അങ്ങനെ പോയാൽ അതും ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷേ എന്താണെന്ന് ഞങ്ങൾക്ക് പറയാൻ അനുവദിക്കുന്നില്ല. എല്ലാം ഒരു ഭാഗ്യത്തിന്റെ കളിയാണ്. ഇൻഫോസിസിന്റെ അല്ലെങ്കിൽ ഇതിൽ ഞങ്ങൾ കാണുന്നില്ല. ടോപ്പ് 10 ആണെന്ന് അറിയുന്നുണ്ട്. ടോപ്പ് 10 ആണെങ്കിൽ ഞങ്ങൾ എന്തായാലും കയറിയിരിക്കും. യെസ് ഓർ നോ, അത് മാത്രമാണ് ഞങ്ങളിപ്പോൾ കാത്തു നിൽക്കുന്നത്. പ്ലേസ്മെന്റിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾ പറയാണ് ഇതെല്ലാം ഒരു ഭാഗ്യക്കളിയാണ്. ഞങ്ങൾ ഇതുവരെ ഇപ്പൊ ഞങ്ങളുടെ 9ാമത്തെ ഇന്റർവ്യൂ ആണിത്. 9ാമത്തെ ഇന്റർവ്യൂ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും ജസ്റ്റ് ഒരൊറ്റ വാക്കിന്റെ പുറത്താണ് ഇത് ഇരിക്കുന്നത്. യെസ് അല്ലെങ്കിൽ നോ. എന്റെ വാക്കിൽ വിശ്വസിക്കാൻ കൊള്ളില്ല, കാരണം വലിയൊരു പുലിയാണ്. പക്ഷേ 2 പുലികളുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പകുതി പുലിത്വം മാത്രമേ ഉള്ളൂ. Throw your hands up in the air, do the crash, boom, bang, wreck. Cause the bomb never up a man will set you on fire. Down to the wire.